ഹായ് ഗായ്സ്, ഇന്നിവിടെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ് അറബികളെ ഫിഷ് മുഗള. അതായത് ടി ടി എന്ന് പറയുന്ന മീനാണത്. ഈ മീൻ നമ്മൾ നന്നാക്കി വൃത്തിയാക്കി വെട്ടി ചെറിയ പീസ്, നല്ല ചെറുതല്ല, കുറച്ച് വലിയ പീസാക്കിയിട്ടാണ് ഇത് മുറിക്കേണ്ടത്. പിന്നെ അതിലേക്ക് ആവശ്യമായ വലിയ ഉള്ളി, ഇത് നമ്മൾ നുറുക്കി വെട്ടുക. അതായത് ഫസ്റ്റ് ഇത് വെട്ടുന്നത് കണ്ട റൗണ്ടായിട്ടാണ് വരുന്നത്. അത് ഒന്നും കൂടെ ഈ മെഷീനിലേക്ക് തന്നെ ഇടും. അപ്പോൾ അത് നല്ല നുറുങ്ങിയിട്ടാണ് വരിക. അപ്പോൾ നമ്മൾ ചെറുതായി നുറുക്കി അരിയുക, അല്ലാതെ റൗണ്ടിലല്ല ഉള്ളി വെട്ടേണ്ടത്. അപ്പോൾ നമുക്ക് ഉള്ളി വെട്ടിക്കഴിഞ്ഞതിന് ശേഷം ആവശ്യമുള്ളത് ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്, അരച്ചതായാലും കുഴപ്പമില്ല, ചതച്ചതായാലും കുഴപ്പമില്ല. അവിടെ മെഷീനിലിട്ട് അരച്ചതാണ്. പിന്നെ അതുപോലെ തന്നെ ക്യാപ്സിക്കം, പിന്നെ തക്കാളി, ഇതൊക്കെയാണ് ഇതിലേക്ക് വേണ്ട പച്ചക്കറി ഐറ്റംസ് ആയിട്ടുള്ളത്. അപ്പോൾ ഉള്ളി വെട്ടൽ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇഞ്ചും വെളുത്തുള്ളിയും മെഷീനിൽ അരച്ചെടുത്തതാണ്. ഇപ്പോൾ ഉള്ളി നുറുക്കി വെട്ടിയത്, ക്യാപ്സിക്കം 3 കളറ്, തക്കാളി, ഈ സാധനങ്ങളാണ് ഇപ്പോൾ ഇതിലേക്ക് പച്ചക്കറി ആയിട്ട് വേണ്ടത്. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് കുറച്ച് പുളി ചുടുവെള്ളത്തിൽ ഇട്ട് വെക്കണം. ഞാൻ കൂടുതൽ ഉണ്ടാക്കുന്നതുകൊണ്ട് ഈ പുളി ഫുള്ളായിട്ട് ഇടുന്നുണ്ട്. പിന്നെ മറ്റേ വെട്ടിയച്ച മീൻ പൊരിക്കാനിട്ടിട്ടുണ്ട്. മസാല തേച്ച് സാധാ രീതിയിൽ പൊരിച്ചെടുക്കുക. പറ്റ ചെറിയത് കുറച്ചൊക്കെ ഡ്രൈ ആവണം. അതുപോലെ ഡ്രൈ ആയതിന് ശേഷം നമ്മൾ ഈ മീൻ പൊരിച്ച് കഴിഞ്ഞ് ഇപ്പോൾ മസാലക്ക് വേണ്ടിയിട്ടുണ്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ഇതിൽ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിലേക്ക് ആവശ്യമായ ഉള്ളി, കറിവേപ്പിൻ്റെ ഇല എൻ്റെ അടുത്തില്ല, കറിവേപ്പിൻ്റെ ഇല ഇടണം. ഉള്ളി നല്ലോണം വാടിയതിന് ശേഷം പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇഞ്ചും വെളുത്തുള്ളിയും അരച്ച് വെച്ചേണ്ടല്ലോ, അത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇഞ്ചും വെളുത്തുള്ളി ഞാൻ ഉള്ളി നല്ല വാടിയതിന് ശേഷം ഇഞ്ചും വെളുത്തുള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ ഇഞ്ചും വെളുത്തുള്ളി അരച്ച് വെച്ച് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഇഞ്ചും വെളുത്തുള്ളി ഇതിലേക്ക് ഇട്ടതിന് ശേഷം ഒന്ന് ചെറുതായിട്ട് നല്ലോണം ചുവന്ന കളറായിട്ട് ഇങ്ങനെ വരുന്നവരെ വെയിറ്റ് ചെയ്യുക. പിന്നെ ഇനി നമ്മൾ ഇതിലേക്ക് വെട്ടിവെച്ച തക്കാളി, ചെറുതാക്കി എരിഞ്ഞ് വെച്ച തക്കാളി ഇട്ട്, ഈ തക്കാളിയുടെ കൂടെ തന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തക്കാളിയും വാടി കിട്ടുന്നതാണ്. അങ്ങനെ തക്കാളി ഇത് നല്ല വാടിയതിന് ശേഷം പിന്നെ ഇതിലേക്ക് വേണ്ടത് ടൊമാറ്റോ പേസ്റ്റാണ്. ടൊമാറ്റോ കച്ചപ്പല്ല വേണ്ടത്, ടൊമാറ്റോ പേസ്റ്റ്. അതിന് ഞാനിത് ഒരു ബോട്ടിൽ ടൊമാറ്റോ പേസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഒരു ടൊമാറ്റോ പേസ്റ്റ് ഫുള്ളായിട്ട് ഇതിലേക്ക് ഇട്ട് ഇനി ഒന്നിങ്ങനെ പേസ്റ്റായിട്ട് ഇങ്ങനെ വരുന്ന ടൈമിൽ നമ്മൾ ഇതിലേക്ക് മസാല ഇടണം. കുറച്ച് ഉപ്പാണ് ഞാനിത് ഇട്ട് കൊടുക്കുന്നത്. കുറച്ചധികം ഉണ്ട്, കാരണം പുളി കൂടുതലുള്ളതുകൊണ്ടാണ്. നല്ല പുളി വേണം ഇതിലേക്ക്. അങ്ങനെ ഇത് വാടി നല്ലോണം ഇങ്ങനെ ഗ്രേവിയായി വരുന്നതിന് ശേഷം നമ്മളിതിലേക്ക് മഞ്ഞൾപ്പൊടിയാണ് ഫസ്റ്റ് ഇട്ട് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടി ഇട്ട് പിന്നെ ഫിഷ് മസാല, ഈസ്റ്റൻ്റെ ഫിഷ് മസാലയാണ് കുറച്ച് കൂടുതലായിട്ട്. മുളക് പൊടി നമ്മൾ ആഡ് ചെയ്യില്ല, അപ്പോൾ അതുകൊണ്ട് ഫിഷ് മസാല കുറച്ച് കൂടുതലാക്കി ഇട്ട് കൊടുക്കുക. പിന്നെ ഇടുന്നത് മല്ലിപ്പൊടിയാണ്, വേറെ മസാലകളൊന്നും വേണ്ട. അപ്പോൾ നമ്മളിത് കുറച്ച് മല്ലിപ്പൊടി കൂടുതൽ ഇടരുത്, അപ്പോൾ ഇത്ര ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. മല്ലിപ്പൊടി ഇട്ട് അതിന് ശേഷം നന്നായിട്ടാണ് മിക്സ് ചെയ്തിട്ടൊരു മസാല കരിയാത്ത രീതിയിൽ കുറച്ച് നേരം മസാല വേവുന്നത് വരെയുള്ള ഇളക്കി കൊടുക്കുക. പിന്നെ അതിന് ശേഷം നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ച പുളി ഏകദേശം കുതിർന്നിട്ടുണ്ടാവും. അത് നമ്മൾ അങ്ങനെ ഒഴിക്കരുത്, ഒരു അരിപ്പയിലേക്ക് ആക്കിയിട്ട് അതിൻ്റെ കുരും ആ ചണ്ടിയൊന്നും പോവാതെ വെള്ളം മാത്രം കുറച്ചെടുത്തിട്ട് പിന്നെ ഒന്ന് നല്ലോണം മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് ഈ പുളിവെള്ളം മസാലയും കൂടെ നല്ലോണം നമ്മൾ മിക്സായതിന് ശേഷം കുറച്ച് പച്ചവെള്ളം കൂടെ, ആ മീനൊന്ന് മുങ്ങിക്കെടുക്കുന്ന രീതിയിലുള്ള പച്ചവെള്ളം കൂടെ ആഡ് ചെയ്യുക. എന്നിട്ട് നല്ലോണം തിളച്ചതിന് ശേഷം പൊരിച്ച മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കുക. നല്ല ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ അത് നമ്മളൊന്ന് കയ്യിലുകൊണ്ട് ഒന്ന് റെഡിയാക്കി വെക്കുക. എന്നിട്ട് കുറേ നേരം തിളച്ചിട്ട് അതിങ്ങനെ കുറുകി വരണം. ആ മസാല പറ്റ വെള്ളം വറ്റിയിട്ട് ഇങ്ങനെ നല്ല ഡ്രൈ ആയി വരണം. അങ്ങനെ വരുന്നത് വരെ തിളപ്പിക്കുക. അങ്ങനെ തിളച്ചതിന് ശേഷം പിന്നെ നമ്മൾ ചെയ്യേണ്ടത് വെട്ടി വെച്ച ക്യാപ്സിക്കുണ്ട്, അത് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക. ഏകദേശം വിളമ്പാൻ ആ ടൈമിലാണ് ഇത് ഇട്ടതിന് ശേഷം 5 മിനിറ്റ് കത്തിക്കാൻ പാടുള്ളൂ, മറ്റേത് ആകെ വാടി പോവും. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ മല്ലിച്ചപ്പ് ഞാൻ മറന്നതാണ്, മല്ലിച്ചപ്പ് ഇടുക. മുകളിൽ നല്ല രസമായിട്ടും ടേസ്റ്റും ഉണ്ടാവും. അങ്ങനെ ഈ സംഭവം റെഡി ആയിട്ടുണ്ട്. കണ്ട വെള്ളമൊക്കെ വറ്റി, അതിപ്പോൾ കാണുന്നവരുണ്ട അത്രയും വെള്ളം വറ്റിയിട്ടുണ്ട്. ഇപ്പോൾ
ഇനി ഇത് വിളമ്പുന്നത് ഈ റൗണ്ട് ആയിട്ടുള്ള പാത്രം ബഫയാണ്. ഈ ബഫയിലേക്കാണ് ഞാൻ ഫസ്റ്റ് വിളമ്പുന്നത്. കണ്ട മീനൊന്നും വടിയാതെ ആ വെള്ളത്തിൽ അത്രയും നേരം തിളച്ചിട്ട് പോലും മീനൊന്നും ഒരു കഷ്ണത്തിന് പോലും ഒരു ഉടച്ചിലോ ഒന്നുമില്ല ഈ പാത്രം. പിന്നെ അതുപോലെ തന്നെ അപ്പുറത്തൊരു നമ്മളെ കാസ്ട്രോൾ, ഇവിടെ മെല്ലാന്ന് പറയും. ഈ 2 പാത്രമാണ് എനിക്ക് വിളമ്പാനുള്ളതെന്ന്. അപ്പോൾ നമ്മളൊരു ഫ്രണ്ട് സലാമുണ്ട്, ഓനോടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സാധനത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. ടേസ്റ്റ് ചെയ്തതിന് ശേഷം കമൻറ്റിൽ ഒന്നുകൊണ്ട് പറഞ്ഞാൽ എൻ്റെ മോനെ രക്ഷയില്ല കേട്ടാന്ന് പറയും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ നമ്മളെ വീഡിയോ ഫസ്റ്റ് വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്ന. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തീരെ മറക്കരുത്. ഓക്കെ എന്നാൽ ബൈ.